സ്വർലോകനാടൻ്റെ നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ നിത്യത. ഹായൻ പ്രേമമേ ഹാമേ ലോകമേ, ഹായൻ പ്രേമമേ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമാ നിത്യത, എന്നു ഞാൻ കാണുമാ നിത്യത. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഗ്രേസ് മിനിസ്ട്രീസിന് സ്വാതന്ത്ര്യ സന്ദേശമെന്ന ഞങ്ങളുടെ TV പ്രോഗ്രാമിലേക്ക് ആദരണീയരായ എല്ലാ മാന്യ ശ്രോതാക്കളെയും ഞങ്ങൾ ദൈവനാമത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. ഞങ്ങളുടെ ടീമിൻ്റെ വന്ദനം നിങ്ങളെ അറിയിക്കുന്നു. നമ്മൾ മുന്നാഴ്ച പറഞ്ഞു വച്ചിരിക്കുന്നതിൻ്റെ ബാക്കിയായിട്ടെന്ന പോലെ 3 കാര്യം കൂടെ പറയാനുണ്ട്. അതിലിനിയത്തത് ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന നന്മകളിൽ ഒന്നാമത്തെ കാര്യം പറഞ്ഞു യേശുക്രിസ്തുവിനെ, രണ്ടാമത്തെ കാര്യം പറഞ്ഞു വചനത്തെ, മൂന്നാമത് പറയേണ്ടത് ഈ യുഗമാണ്. കേൾക്കുമ്പോൾ മനസ്സിലാകാത്തതുകൊണ്ടോ പരിചയമില്ലാത്തതുകൊണ്ടോ കളഞ്ഞിച്ച് പോകാതെ ഇത് കേൾക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതും ഓരോ പൗരനും ഓരോ യുവതിക്കും ഇത് ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയെ സാദരം ക്ഷണിച്ചുകൊണ്ട് മൂന്നാമത്തെ ദൈവത്തിന് വിശേഷപ്പെട്ട നന്മയിലെ 3-ാമത്തെ ഇനത്തിലേക്ക് പ്രവേശിക്കുന്നു. തീത്തോസ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യത്തിലേക്ക് പോകുന്നു. തീത്തോസ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും മതി 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 കാത്തുകൊണ്ട് നിൽക്കുന്നു. കാരണം എല്ലാവർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവകൃപയുടെ ഉദിപ്പ്. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് യുഗമാറ്റം എന്നുള്ളതാണ്. എന്ത് യുഗമാറ്റം? യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുന്ന സമയം വരെ ഉണ്ടായിരുന്ന യുഗം ന്യായപ്രമാണ യുഗമാണ്. അതിനുശേഷമുള്ള യുഗം കൃപായുഗമാണ്. അതിനുശേഷമുള്ള യുഗം മഹാപീഡന യുഗമാണ്. അതിനുശേഷം സഹസ്രാബ്ദ വാഴ്ചയാണ്. അതിനുശേഷം പുതിയ ആകാശം പുതിയ ഭൂമിയുമാണ്. ഇതൊക്കെയാണ് സംഭവിക്കാനുള്ള കാര്യങ്ങളുടെ ശരിയായ അവബോധം, ശരിയായ ദിശാബോധം, കൃത്യത, വ്യക്തത. അപ്പോൾ ഇത് കൃപായുഗം എന്ന് പറഞ്ഞാൽ സൗജന്യ കാലഘട്ടം. കൃപായുഗം ആരംഭിച്ചത് ക്രൂശുമരണ സമയം മുതലാണ്. എങ്ങനെ താങ്കളത് പറയും എന്ന് ആരെങ്കിലും സംശയദൃഷ്ടിയോടെ വീക്ഷിച്ചാൽ മറുപടി, ന്യായപ്രമാണ യുഗത്തിൽ അന്നുണ്ടായിരുന്ന ദൈവാലയ രീതി 3 വിഭാഗങ്ങൾ തട്ടുകളായിട്ടായിരുന്നു. ഒന്ന്, ആദ്യത്തേത് പ്രാകാരം, രണ്ടാമത്തേത് വിശുദ്ധ സ്ഥലം, മൂന്നാമത്തേത് അതിവിശുദ്ധ സ്ഥലം. നമ്മുടെ സക്കറിയ പുരോഹിതൻ ആ ന്യായപ്രമാണ കാലത്ത് അതിവിശുദ്ധ സ്ഥലത്ത് ചെന്ന് ധൂപം കാട്ടുമ്പോൾ ദൈവത്തിന് അരുളപ്പാടുണ്ടായി. ദൈവശബ്ദം കേൾക്കുന്നതും ദൈവത്തിന് അരുളപ്പാടുണ്ടായതായ ആ സ്ഥലമാണ് അതിവിശുദ്ധ സ്ഥലം. ആ അതിവിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും തമ്മിലുള്ള ഒരു വേർപാടാണ് തിരശ്ശീല. ആ തിരശ്ശീല യേശുവിൻ്റെ മരണസമയത്ത് മോൾ തൊട്ടാടിയുള്ള 2 ആഴ്ച എത്തിപ്പോയി. അത് വേദശാസ്ത്രികളും പണ്ഡിതരുമായവർ അതിനെക്കുറിച്ച് തിരുവചന പഠനത്തിൽ കൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: 70 അടി നീളമുണ്ടായിരുന്നു തിരശ്ശീലയ്ക്ക്.
30 അടി വീതി ഉണ്ടായിരുന്നു, 4 ഇഞ്ച് കനം. മനുഷ്യൻ ഉണ്ടാക്കി, ദൈവം ഉണ്ടാക്കാൻ മോശയോട് പറഞ്ഞു കൊടുത്ത സ്കെച്ച്, ആ പ്ലാനിങ് മുഖാന്തരം ഉണ്ടാക്കി ന്യായപ്രമാണ യുഗത്തിന് നൽകിയിരിക്കുന്ന ദൈവിക അരുളപ്പാട് പ്രകാരമുള്ള കൽപ്പന നിയോഗമുള്ള തിരശ്ശീല. ആ തിരശ്ശീലയുടെ ആവശ്യം അതിവിശ്വസരവും വിശ്വസരവും തമ്മിൽ വേർപിരിക്കുക. അതിന് കൃപായുഗം എന്ന് പറയും, അല്ലെ കൃപാ സാന്നിധ്യം എന്ന് പറയും, കൃപാസനം. ആ കൃപാസനത്തിലേക്കുള്ള ആ വേർപാട് യേശു മരിച്ചപ്പോൾ ചെയ്തിപ്പോയി. ആ വാക്യം കേൾക്കാം. മത്തായി എഴുതിയ സുവിശേഷം 27:50-51. യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽത്തൊട്ട് അടിയോളം 2 ചീന്തിപ്പോയി. മേൽത്തൊട്ട് അടിയോളം 2 ചീന്തിപ്പോയി. ഈ മേൽത്തൊട്ട് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന് വചന രചനയിൽ വള്ളിക്കും പുള്ളിക്കും കുത്തിനും കോമയ്ക്കും പെശു വന്നിട്ടില്ല. ഞാൻ പറഞ്ഞ പ്രകാരമുള്ള നീളമുള്ള തിരശ്ശീല ഒരു മനുഷ്യൻ എത്തിപ്പിടിക്കാൻ കഴിയാത്തതാണെന്ന് വായിക്കുന്നവർ ബോധത്തോടെ മനസ്സിലാക്കട്ടെ. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുക്കത്തക്കവണ്ണം ഞാൻ ആൾക്കാരെ വേറെ വെച്ചിട്ടുണ്ട്, അവർ വിശദീകരിച്ച് തരും. അതാണ് മേൽത്തൊട്ടെന്ന് പറയാൻ കാരണം. മേൽത്തൊട്ട് അടിയോളം 2 ചീന്തിപ്പോയി. യെശയ്യാ 4:16 വായിക്കാൻ കഴിയുന്നത്, ഞങ്ങൾക്കതൊക്കെ വളരെ ഈടുള്ള, വളരെ ശക്തിയുള്ള വചനമാണ്. യെശയ്യാ 4:16 എന്ന് പറയുന്നത്. കാരണം ഈ വിഷയം ഇങ്ങനെ പഠിക്കുമ്പോൾ എവിടെ തുടങ്ങി എവിടെ തീർന്നു, ഇതായിരുന്നു എൻ്റെ പഠന വിഷയം. പുറപ്പാടുപുസ്തകത്തിൽ തിരശ്ശീലയെക്കുറിച്ച് പറയുന്നുണ്ട്. ആ തിരശ്ശീലയുടെ ആയുസ് BC കാലയളവിലാണ്. BC കാലയളവ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് മുമ്പുള്ള കാലം. ക്രിസ്തുവിന് മുമ്പുള്ള കാലത്ത് തുടങ്ങിയത് ക്രിസ്തു വരുന്നത് വരെയുള്ളതായിരുന്നു. ക്രിസ്തു വന്നു, ക്രൂശിൽ മരിച്ചു, തിരശ്ശീല ചീന്തി. വായിച്ചാട്ടെ 4:16 വായിക്കാൻ പറ്റുമെങ്കിൽ. എബ്രായ ലേഖനം 4:16. അങ്ങനെ ഈ ചീന്തപ്പെട്ട തിരശ്ശീല ഒരു കാര്യം വിളിച്ചു പറയുന്നു, ന്യായപ്രമാണ യുഗത്തിലെ മറശീല മാറി പുതിയൊരു യുഗം പുലരുന്നു. ആ പുലരുന്ന യുഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. സമയത്തിൻ്റെ പരിധി ഞാൻ വേഗം അങ്ങ് പറയുകയാണ്. സഹായത്തിലുള്ള കൃപ പ്രാപിപ്പാൻ ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് വരുവീൻ. കൃപാസനത്തിലേക്ക് വരാൻ ജാതി മത വർഗവർണ്ണ വ്യത്യാസഭേദമന്യേ സകല പേർക്കും വരാം. എന്തിന്? പണം കൊയ്യാനല്ല, കുമ്പസാരിക്കാനല്ല, എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകാനോ എടുത്തു കൊണ്ടുവയ്ക്കാനോ അല്ല. കൃപ പ്രാപിപ്പാൻ എബ്രായർ 4:16 വായിക്കുന്നത് അങ്ങനെയാണ്. സംശയം തീരാൻ വേണ്ടി വേണമെങ്കിൽ ഒന്ന് നമുക്കൊന്ന് വായിച്ചു വെച്ചേക്കാം. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനും നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ധൈര്യത്തോടെ വരിക. അടുക്കരുത്, അടുക്കാൻ പാടില്ല. അടുത്താൽ മരിച്ചു വീഴും. പുരോഗതിന് മാത്രം അവകാശപ്പെട്ടതും അർഹതപ്പെട്ടതുമാണത്. അങ്ങനെ പുരോഹിതനെ അകത്ത് പോയിരിക്കുന്നു എന്നുള്ള അടയാളമായിട്ട് തൻ്റെ അരികെ കെട്ടിരിക്കുന്ന 2 ചരട്, ആ ചരടിൻ്റെ 2 അറ്റവും തിരിശരിക്ക് ഇപ്പുറം കിടക്കും. അവിടെ പുരോഹിതൻ മരിച്ചു വീണിട്ടുണ്ടെങ്കിൽ ആ ബോഡി വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണത്. അങ്ങനെയുള്ള ആ സ്ഥലത്തെക്കുറിച്ച് പറയുകയാണ്, ധൈര്യത്തോടെ വരിക, കൃപാസനത്തിലേക്ക് വരിക. അവിടെ വന്നാൽ കരുണ ലഭിക്കും, അവിടെ വന്നാൽ കൃപ ലഭിക്കും. തുടങ്ങിയത് ആരംഭിച്ച സമയം, കൃപായുഗം ആരംഭിച്ച സമയം. സ്തോത്രം. ഇതൊക്കെ ഞങ്ങളിങ്ങനെ നുള്ളിക്കേറി അരിച്ചുപെറുക്കി പറയുമ്പോൾ ആൾക്കാർക്ക് പരിചയക്കുറവുണ്ട്, ഇതിനെക്കുറിച്ചുള്ള പരിചയക്കുറവുണ്ട്, കേൾക്കാൻ ഇമ്പം കാണുകയില്ല. കേൾക്കാൻ ഇമ്പം മാത്രം പോരാ, കാര്യം അറിയാൻ ഇമ്പം വേണം. കാര്യം അറിയുമ്പോൾ
കീറിയ തിരശ്ശീല ഇനി അവിടെ ദൈവാലയത്തിൽ പാടില്ല. തട്ടുതിരിച്ചുള്ള പരിപാടി പാടില്ല. മറിച്ച് അത് ന്യായപ്രമാണ കാലത്തിലേക്ക് പോകുന്ന കാര്യമാണ്. കൃപായുഗം, ഫ്രീ കാലഘട്ടമാണ്. പെട്ടെന്ന് പിന്നെ ഒടുവിൽ പറയാൻ വിട്ടുപോയെങ്കിലോ, സമയം പോയെങ്കിലോ ഇടയ്ക്ക് കയറി ഒരു വാക്ക് പറയട്ടെ. അതിതാണ് ന്യായപ്രമാണത്തിന് മുമ്പുണ്ടായിരുന്ന യുഗങ്ങൾ, ന്യായപ്രമാണ യുഗം, ഇതെല്ലാം കൂടി വേദജ്ഞാനികൾ, ശാസ്ത്രജ്ഞന്മാർ 4 യുഗങ്ങളായി തിരിച്ചിരിക്കുന്നു. അത് ശരിയാണെന്ന് ഞങ്ങളും മനസ്സിലാക്കുന്നു. അതിനുശേഷമുള്ള 3 യുഗങ്ങളായി തിരിക്കുന്നു. അതും ശരിയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിലെ ആദ്യത്തെ യുഗമാണ് കൃപായുഗം. രണ്ടാമത്തെ യുഗമാണ് മഹാപീഡന യുഗം. മൂന്നാമത്തെ യുഗമാണ് സഹസ്രാബ്ദ യുഗം. സഹസ്രാബ്ദ യുഗം കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും അത് ദൈവത്തിന് മാത്രം കാര്യപരിപാടിയിൽ ദൈവത്തിന് മാത്രം കൈകാര്യം ചെയ്യാനുള്ള സ്ഥലമാണ്. അപ്പോൾ അത് യുഗമല്ല, അത് പഴയ ലോകത്തിലേക്കുള്ള ആദാമിൻ്റെ കാലത്തിലേക്കുള്ള ആദ്യകാലത്തേക്ക് മടങ്ങി വരവാണ്. ദൈവം തിരിച്ചു പിടിച്ചതാണ്. പോട്ടെ. അപ്പോൾ ഈ യുഗത്തിലെ ഒന്നാമത്തെ യുഗമായി കൃപായുഗം ആരംഭിച്ചു. കൃപായുഗം ആരംഭിച്ചപ്പോൾ അതിൻ്റെ കാലം ഇപ്പോൾ തന്നെ 2000 വർഷം ആകുന്നു. അങ്ങനെ 2000 വർഷമായിരിക്കുന്നുവെങ്കിൽ 2000 വർഷം ഇതിന് മുമ്പുള്ള യുഗത്തിനും ശേഷമുള്ള യുഗത്തിനും സമയമില്ല, കിട്ടില്ല, ഉണ്ടായിട്ടുമില്ല. ഇതാണ് സത്യമെങ്കിൽ ന്യായപ്രമാണത്തിന് 2000 വർഷം ഉണ്ടായിരുന്നില്ല. അതിന് മുമ്പിലുള്ള യുഗത്തിന് 2000 വർഷം ഉണ്ടായിരുന്നില്ല. വരാൻ പോകുന്ന മഹാപീഡനത്തിന് 2000 വർഷമില്ല. വരാൻ പോകുന്ന സഹസ്രാബ്ദ വാർഷികം 2000 വർഷമില്ല. അതില്ലാതെയുള്ളത് ബൈബിളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയിരിക്കെ ഈ യുഗത്തിന് ഇതുവരെ 2000 വർഷം കിട്ടിയല്ലോ. ഈ 2000 വർഷത്തെ സ്വഭാവം എന്താണ്? ഫ്രീ കാലഘട്ടം. വരിക. എവിടേക്ക് വരിക? കൃപാസനത്തിലേക്ക് വരിക. എന്തിനു വരിക? കരുണ ലഭിപ്പാൻ വരിക. എന്തിനു വരിക? സഹായം പ്രാപിക്കാൻ വരിക. സ്വർണവിളി, സ്വർഗീയ വിളി, സ്നേഹവിളി, അതെ, കനിവുള്ള വിളി. ഈ വിളി മാനിച്ച് അനുസരിച്ച് അംഗീകരിച്ച് ചെന്ന് കൃപ പ്രാപിക്കേണ്ടേ പകരം നാളെ നീളെ വഴിപാടും പ്രാർത്ഥനയും നേർച്ചയും കാഴ്ചയും എന്ന് വേണ്ട കുറേ കാര്യങ്ങൾ ചെയ്തു കൂട്ടുക. ആ കാര്യങ്ങൾക്ക് പേരിടണമെന്ന് എനിക്കുണ്ട്. പക്ഷേ ഇത് പൊതുവായതുകൊണ്ട് കുറച്ചും കൂടി ശ്രദ്ധിച്ച് മാന്യതയിൽ സംസാരിക്കണമെന്ന് ഞാൻ അതിന് പേരിടുന്നില്ല. മനസ്സിലായോ? സ്തോത്രം. അപ്പം മൂന്നാമത്തെ ദൈവത്തിൻ്റെ വിശേഷമേറിയ സമ്മാനം യുഗം മാറ്റിത്തന്നു എന്നുള്ളതാണ്. ന്യായപ്രമാണ യുഗം മാറ്റിത്തന്നു. സ്തോത്രം. മാറ്റിത്തന്നെങ്കിൽ എന്താണ് അതുകൊണ്ടുള്ള ഗുണം? കേട്ടോളൂ. എബ്രായലേഖനം 10-ാം അധ്യായം 14-ാമത്തെ വാക്യം നോക്കിക്കേ. എന്ത് ഗുണമാണ് ഇതുകൊണ്ടുണ്ടായത്? ഒന്നും കൂടെ നോക്കാം. ഏകയാഗത്താൽ അവൻ വിശദീകരിക്കപ്പെടുന്നവർക്ക്. ഏകയാഗത്താൽ, ഇനി യാഗം ഇല്ല. വായിക്കണം പിന്നെ ഞാൻ പറയുമ്പോൾ. ഏകയാഗത്താൽ വിശദീകരിക്കപ്പെടുന്നവർക്ക് വേണ്ടി സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ഇനി മനുഷ്യനും ദൈവമായിട്ടുള്ള ബന്ധത്തിന്റെ നടുക്ക് യേശു മാത്രം ഞാൻ കയറി നിന്നാൽ പേരുകൊണ്ടും പെരുമ കൊണ്ടും നിൽക്കാം. പക്ഷേ ദൈവദിവസം വരുമ്പോൾ ബാക്കി ഞാൻ സസ്പെൻസിലിടട്ടെ. എബ്രായ ലേഖനത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. ലോക ജനതയിൽ ഏറ്റവും സ്റ്റാൻഡേർഡ് ആൾക്കാർ, അഥവാ ദൈവാനുഗ്രഹം പ്രാപിച്ച ആൾക്കാർ ഇസ്രായേലാണ്. ഇസ്രായേലിലെ ജനത്തിന് അക്കാലത്തിലുള്ള ഒരു പേരാണ്, അവർ എബ്രായരാണ്. എബ്രായനായിരുന്നു. അബ്രഹാം എന്ന ഏക വ്യക്തിയിൽ നിന്ന് ഉടലെടുത്ത് രൂപപ്പെടുത്തിയെടുത്ത ഒരു ഗ്രൂപ്പാണ്, ടീമാണ്, ജനമാണ് ദൈവജനം എന്നറിയപ്പെടുന്ന ഇസ്രായേൽ. അതിൽപ്പെട്ടവരായ ആൾക്കാർ വിശ്വാസത്തിൽ വന്നവരാണ് എബ്രായർ. വിശ്വാസത്തിൽ വന്ന എബ്രായരോട്
അതേ പ്രകാരമുള്ള വിഭാഗത്തിൽ നിന്ന് വന്ന പൗലോസ് എഴുതുകയാണ്. പൗലോസ് അവരും ജന്മത്താൽ ജീവിതത്താൽ ഒന്നായിരുന്നു. ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ രണ്ടായതുപോലെയായി. പൗലോസ് വെളിപ്പാടുകൾ ധാരാളം ഉണ്ടായി. പൗലോസ് എബ്രായർക്ക് എഴുതിയിട്ട് പറഞ്ഞു, ഏകയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് വേണ്ടി സൽഗുണപൂർത്തി വരുത്തുവാൻ സദാ പിതാവിൻ്റെ വലത്തുഭാഗത്ത് യേശുവിനെ കൂടാതെ ഒരു ഇടപാടും ഇനി നടക്കത്തില്ല. ആരുമായിട്ടുള്ള ഇടപാട്, ദൈവമായിട്ടുള്ള ഇടപാട് നടക്കത്തില്ല. ഒരാരെയും ഒരു തലമുടി നാഴിക പോലും നടക്കത്തില്ല. ഇതെല്ലാത്തിൻ്റെ യജമാനും ഉടമസ്ഥനും രാജാവും മഹാരാജാവും യേശു ക്രിസ്തുവാണ്. അപ്പോൾ അതാണ് എബ്രായ ലേഖനത്തിൽ അങ്ങനെ എഴുതാൻ കാരണമായത്. അതിൻ്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിക്ക് സിസ്റ്ററെ. 10:9. ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. കൃപായുഗം ആരംഭിച്ചു എന്നുള്ളതിന് മതിയായ തെളിവ്, കൃപായുഗം ആകുന്നു എന്നുള്ളതിന് സ്ഥിരത, രണ്ടാമത്തെ സ്ഥാപിപ്പാൻ ഒന്നാമതിനെ നീക്കിക്കളഞ്ഞു. ഒന്നാമത്തെ ന്യായപ്രമാണം, അതാണ് യാഗം, അതാണ് പ്രവൃത്തിയാൽ മാത്രമുള്ള വിടുതലിൻ്റെ രക്ഷ. അവൻ നീക്കിക്കളഞ്ഞു. ഒന്നാമതിനെ നീക്കിക്കളഞ്ഞു, രണ്ടാമത്തെ സ്ഥാപിച്ചു. രണ്ടാമത്തെ സ്ഥാപിച്ചപ്പോഴാണ് പറഞ്ഞത് കരുണ ലഭിപ്പാനും കൃപ പ്രാപിപ്പാനും സഹായം ലഭിപ്പാനും കൃപാസനത്തിലേക്ക് വരിക. ദൂരെ കിടന്ന ജനത്തോട്, ദൂരെ കിടന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് പക്ഷേ എല്ലാവർക്കും പിടികിട്ടിയെന്ന് വരികയില്ല. യഹോവയായ ദൈവം സീനായി മലയുടെ അടുത്ത് ഇറങ്ങി വന്നപ്പോൾ ഇസ്രായേൽ മക്കൾ അതിനോട് അടുത്ത് ചെല്ലാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ആരും വരരുത്, അടുക്കരുത്. പർവ്വതം, ഞാൻ ഇറങ്ങി വന്ന പർവ്വതത്തിന് അടിവാരം പോലും തൊടരുത്, ഒരു മൃഗം പോലും തൊടരുത്. വിലക്കി. മോശ മാത്രം കയറി ചെന്ന് ദൈവത്തിൻ്റെ ആലോചന കേട്ട് ഇറങ്ങി വരാൻ ദൈവം കൽപ്പിച്ചു, അനുവാദം കൊടുത്തു. അങ്ങനെ ദൈവസാന്നിധ്യമുള്ള സ്ഥലത്ത് ആരും കയറരുതെന്ന് പറഞ്ഞ ആ സ്ഥലത്തെ തിരിശൽ കീറി മാറ്റിയിട്ട് പറഞ്ഞു, വരിക. ജാതി മത ഭേദമന്യേ വരിക, വർഗവർണ്ണ വ്യത്യാസമന്യേ വരിക, ഭാഷ വ്യത്യാസമന്യേ വരിക, സ്ത്രീപുരുഷ വ്യത്യാസമന്യേ വരിക. എന്തെല്ലാം വിലക്കുകളാണെന്ന്, എന്തെല്ലാം തടസ്സവാദങ്ങളാണെന്ന്, എന്തെല്ലാം നിയമങ്ങളാണെന്ന്, ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, എന്ത് ഗുണം കിട്ടിയിട്ട്. സ്വോത്രം. ശാപം പ്ലസ് ശാപം. പോട്ടെ, ഞാൻ ആ ഭാഗം വിടുന്നു. അപ്പോൾ അങ്ങനെ രണ്ടാമതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തതിനെ അവൻ നീക്കിക്കളഞ്ഞു. ആ അധ്യായത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 1-4 വായിച്ചാട്ടെ. 1-4 മാത്രം. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ വരുവാനിരുന്ന നന്മയുടെ നിഴൽ, പിന്നെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായകൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിയാത്തതായ പ്രമാണത്തെ ഇടവേളയായിട്ട് ദൈവം കൊടുത്തിരുന്ന ആ പ്രമാണത്തെ ദൈവം തന്നെ മാറ്റിയിട്ട് ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ ദൈവാലയം നടുങ്ങിയ ദൈവാലയത്തിന് തിരുശീല മുഖത്തിനടികൾ ചീന്തിയിട്ട് പറഞ്ഞു, വാ ഇനി സൗജന്യമാണ്, രക്ഷ സൗജന്യമാണ്, സാൻമാർഗികത വേണ്ട, യാഗമൃഗം വേണ്ട, വഴിപാട് കൊണ്ട് സാധ്യമല്ല, തീർത്ഥാടനം കൊണ്ട് സാധ്യമല്ല, വരിക, കൃപാസനത്തിന് വരിക. അവിടെ കൃപാസനമല്ലാതെ മറ്റൊന്നും നിനക്ക് കാണിച്ചു തരാനില്ല. യേശു സ്വർഗ്ഗാരോഹണം ചെയ്തു കഴിഞ്ഞു. അക്ഷരീകമായ അടയാളമായി കാണിക്കാൻ കൃപാസനം മാത്രം. വരിക. അങ്ങനെ വന്നപ്പോഴാണ് പറഞ്ഞത്. 4-ാം വാക്യം വായിച്ചായിരുന്നു. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. അപ്പം ന്യായപ്രമാണത്തിന് പൂർത്തി വരുത്താൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ട് അടുത്ത് പറയുകയാണ്, അതിൻ്റെ ന്യായപ്രമാണത്തെ അക്ഷരം പ്രതി അരച്ചു കലക്കി കുടിച്ചതുപോലെ സകലത്തിൻ്റെയും കാര്യത്തിൻ്റെ ശരിയായ ദിശ മനസ്സിലാക്കിയ അപ്പോസ്തലൻ പറയുകയാണ്, പൗലോസ് പറയുകയാണ്, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിൻ്റെ പാപങ്ങളെ നീക്കുവാൻ കഴിയില്ല.
പ്രവൃത്തി കൊണ്ട് പാപങ്ങൾ നീക്കാൻ കഴിയുകയില്ല. ഉള്ള വസ്തുവെല്ലാം വിറ്റുകൊണ്ടുവന്ന് 1000 സാധുക്കൾക്ക് വീട് വെച്ച് കൊടുത്ത് അവരോട് താമസിക്കുന്ന കണ്ടാൽ സന്തോഷവും ഉല്ലാസവും ഒക്കെ ഉണ്ടാകും. നല്ലതാണ്, ചെയ്തോളൂ. ദൈവരാജ്യത്തിലേക്കും ദൈവത്തിലേക്കും അത് വഴിയല്ല. അത് വഴിയല്ല, സാധ്യമല്ല. ആ നിയമം മാറിപ്പോയി. എന്നിട്ട് ദൈവം ഇങ്ങനെ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കൃപയാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റോമാലേഖനം 11:5-6 വായിക്കണം. വായിച്ച് അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല. കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല. പിന്നെ അല്ലെങ്കിൽ കൃപ കൃപയല്ല. അല്ലെങ്കിൽ കൃപയല്ല. ഉണ്ടോ? പൗലോസ് എത്ര സവിസ്തരമായിട്ടാണ് എഴുതിയേക്കുന്നത് നോക്ക്. ഞാൻ പൗലോസ് എഴുതിയെന്ന് അതിന് പേരെടുന്നില്ല. ഞാൻ സ്വന്തമായിട്ട് വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കാണിച്ചു എന്നാണ് പേരിടുന്നത്. പരിശുദ്ധാത്മാവ് എഴുതിപ്പിച്ചു എന്നാണ് പേരിടുന്നത്. പരിശുദ്ധാത്മാവ് കുറിക്കാൻ കൽപ്പിച്ചു എന്നാണ് പേരിടുന്നത്. പരിശുദ്ധാത്മാവ് പറഞ്ഞു അല്ലെങ്കിൽ കൃപയല്ല. കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല. പ്രവൃത്തിയാലാണ് രക്ഷയെങ്കിൽ ഞാൻ പറയുന്നു ഈ പുസ്തകം എന്നേക്കുമായിട്ട് നീക്കിക്കളയുക. ഈ പുസ്തകം ശരിയെന്നും ഈ പുസ്തകം ആവശ്യമെന്നും അംഗീകരിക്കുന്നെങ്കിൽ ആ തെറ്റായ നടപടികൾ നിർത്തിവെക്കുക. തെറ്റിപ്പോയി സമ്മതിക്കുക ദൈവത്തോട്. സമ്മതിച്ചില്ലെങ്കിൽ അതിൻ്റെ അനന്തരഫലം പിന്നെ ഞാൻ പ്രസ്താവിക്കുന്നില്ല. അപ്പോൾ അല്ലെങ്കിൽ കൃപയല്ല. 11:5-6 അല്ലേ വായിച്ചു നമ്മൾ? 5-6 ആണല്ലോ. അത് അടുത്ത വാക്യം കൂടെ നമുക്ക് നോക്കാം. അടുത്ത വാക്യം, ആകയാൽ എന്ത്? ഇസ്രായേൽ താൻ തിരഞ്ഞത് പ്രാപിച്ചില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു, ശേഷമുള്ളവരോ കഠിനപ്പെട്ടിരിക്കുന്നു. റോമാലേഖനം 10:3-4 വായിച്ച്. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. ന്യായപ്രമാണം നിഴല്, ക്രിസ്തു പൊരുള്. ന്യായപ്രമാണം താൽക്കാലികം, ക്രിസ്തുവിൻ്റെ വചനം സ്ഥിരമായത്. ക്രിസ്തുവും ക്രിസ്തുവിൻ്റെ വചനവും കൂടാതെ ക്രിസ്തുവിനെ കൂടിയാൽ വചനം കൂടും. വചനം അംഗീകരിച്ച് ആശ്രയിച്ചാൽ ക്രിസ്തു കൂടും. ഇത് രണ്ടും പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. ആരൊക്കെ പറഞ്ഞാലും വെളിവില്ലാതെ പറയുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കത്തുള്ളൂ. അതുകൊണ്ട് ചില ആൾക്കാർ വെളിപാട് പുസ്തകമെന്ന് പറയും. ഞാനത് കേട്ടിട്ട് എൻ്റെ സഭയിലാണ് ജനത്തോട് ഞാൻ പറയും, നിങ്ങൾ വെളിപാടെന്ന് പറയുന്നവരുണ്ടോ? ചിലരൊക്കെ കൈപൊക്കി. അവർക്ക് മനസ്സിലായില്ല ചോദ്യം തന്നെ. ഞാനവരോട് പറഞ്ഞു, വെളിപാടെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ എങ്കിൽ വെളിപാടാത്. വെളിപാട് വേറെ, വെളിപ്പാട് വേറെ. വെളിപാടെന്ന് പറയുന്നൊരു കാര്യം കണ്ടെത്തി തിരിച്ചറിയുന്നുള്ളൂ. വെളിപ്പാടെന്ന് പറയുന്നത് മറഞ്ഞിരുന്ന കാര്യം മറമാറ്റി കാണിച്ച് തരുന്ന കാര്യത്തിന് വെളിപ്പാടെന്ന് പറഞ്ഞത്. വെളിപ്പാട് പുസ്തകം, വെളിപാടല്ല. എന്നതുപോലെ ഈ കാര്യം ദൈവം മറമാറ്റി കാണിച്ചിട്ട് പറഞ്ഞു, അവർ ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല, ദൈവത്തിൻ്റെ നീതിക്ക് അവർ വഴങ്ങുന്നില്ല, സ്വന്തം നീതി അവർ സ്ഥാപിച്ചു. സ്വന്തം നീതി കണ്ടോ? പരിശുദ്ധാത്മാ ചാർജ് ചെയ്തേക്കുന്ന കണ്ടോ? ഗ്യാരണ്ടി പറഞ്ഞേക്കുന്ന കണ്ടോ? ഇതിലധികം എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകേണ്ടത്, നിങ്ങൾക്ക് മനസ്സിലാക്കി തരേണ്ടത്? സ്തോത്രം. അതുകൊണ്ട് വാക്ക് ചുരുക്കട്ടെ, വചനം ചുരുക്കട്ടെ, പറഞ്ഞു വന്ന കാര്യം മനസ്സിലാക്കാനിടയാകട്ടെ. കൃപായുഗം ഫ്രീ കാലഘട്ടം. ഈ ഫ്രീ കാലഘട്ടത്തെ കുറച്ച് ദൈർഘ്യമാക്കി തന്നു. ആ ദൈർഘ്യം എന്ന് പറഞ്ഞത് ഇപ്പോൾ തന്നെ 2000 വർഷത്തോളമായല്ലോ. ഇനി എത്ര വർഷം പോകുമെന്ന് ആർക്കും അറിയത്തില്ല. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, പോകുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. ഈ പറഞ്ഞു വന്ന വിഷയത്തിൽ നിങ്ങൾ ഈ കാര്യങ്ങളുള്ള ബന്ധത്തിൽ ഒരു തിരുത്തൽ പ്രാപിച്ചാൽ കൊള്ളാമായിരുന്നു. തിരുത്തൽ, ദൈവകൃപ. അത് ആരുടെയും വ്യക്തികളുടെ, പ്രസ്ഥാനങ്ങളുടെ, രാജ്യങ്ങളുടെ സ്വത്തല്ല. ദൈവത്തിൻ്റെ ദാനമാണത്. ദൈവത്തിൻ്റെ ദാനം. ആ ദാനത്തെ ദാനമായി കണ്ടുകൊണ്ട്
അതിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ കർത്താവ് നിങ്ങളെ തുണയ്ക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഈ ചിന്ത ചുരുക്കാനായിട്ട് വേഗം വരികയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ചിന്തയിൽ ആമേൻ റോമാലേഖനം 3:4 വായിച്ച 10:3-4 വായിച്ചപ്പോൾ നടുങ്ങിപ്പോകുന്നതാണ്. സ്വന്തം നീതി സ്ഥാപിപ്പാൻ അവർ ഉത്സാഹിച്ചുകൊണ്ട് ദൈവത്തെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. ന്യായപ്രമാണം വരുവാനുള്ള നന്മയുടെ നിഴലായിരുന്നു. വരുവാനുള്ള നന്മയുടെ നിഴലെന്ന് പറഞ്ഞാൽ ആ വാക്യം ഏതായിരുന്നു? അത് ഒന്ന് വായിക്കാമോ? ആ വാക്യം വരുവാനുള്ള നന്മയുടെ നിഴല്. സ്തോത്രം. റോമാലേഖനം 10-ാം അധ്യായത്തിലെ അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമായിരുന്നു. 10-ാം വാക്യം, സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എന്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയും ആകുന്നു. ഇബ്രായലേഖനം 10-ന്റെ ഒരു വാക്യം കൂടെ. ഇബ്രായലേഖനം 10-1. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ മതി. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴൽ, പ്രവൃത്തിയാലുള്ള നീതീകരണം. എന്നെ കേൾക്കുന്നവർ നിഴലിലാണോ പൊരുളിലാണോ? നിഴലിലാണെങ്കിൽ ഇതാ ഒരു ചാൻസും കൂടെ പൊരുളിലേക്ക് കാല് മാറ്റി ചവിട്ടുവാൻ. ഇതാ ഒരു പ്രാർത്ഥനാ അവസരവും കൂടെ നിഴലിലേക്ക് മാറി പൊരുളിലേക്ക് എത്തുവാൻ. നിഴല് ഇന്നും സ്വയപ്രവൃത്തിയാൽ നീതീകരണം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ 0. യേശു അപ്പോസ്തലനായ പത്രോസിൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു, ഇത് മനുഷ്യരാൽ അസാധ്യം, ദൈവത്താൽ സാധ്യം. ഈ ക്രിസ്തുവിനെ പിൻപറ്റുന്നത് മനുഷ്യനാൽ അസാധ്യം, ദൈവത്താൽ സാധ്യം എന്ന് പറഞ്ഞാൽ ദൈവാശ്രയം കൂടാതെ, ദൈവത്തെ കൂടാതെ ക്രിസ്തുവിനെ പിൻപറ്റാൻ പറ്റത്തില്ല. പേരുകൊണ്ടല്ല ദൈവം അന്വേഷിക്കും, നേരുകൊണ്ടാണ്. നേരുകൊണ്ട് നമുക്ക് കർത്താവിലേക്ക് വരാം. ആ ബോധവൽക്കരണം ഈ സന്ദേശത്താൽ നമുക്കുണ്ടാകട്ടെ. ഈ ദിവസങ്ങളിൽ മൂന്നാമത്തെ എപ്പിസോഡിൽ എന്ത് കാര്യങ്ങളാണ് ചിന്തിച്ചത്? ഒന്നാമത്, യേശുവിനെ ദൈവം ലോകത്തിന് തന്ന സമ്മാനം. രണ്ടാമത്, ദൈവവചനം യേശുവിൽ കൂടെ മനുഷ്യരെ അടുത്ത് എത്തിച്ചു തന്ന ദൈവത്തിൻ്റെ സമ്മാനം. മൂന്നാമത്, യുഗം മാറ്റി തന്ന ദൈവത്തിൻ്റെ സമ്മാനം. തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞ അവിടെ ചുമ്മായിരിക്കാതെ ഈ സമ്മാനങ്ങളൊക്കെ തന്നില്ലേ? ക്രിസ്തു പൊരുളും മറ്റു നിഴലുമല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് പ്രിയരെ, ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു, അവസാനിപ്പിക്കുന്നു. എന്താണ് പറഞ്ഞു വന്നത്? നമുക്ക് നിഴൽ മതിയോ പൊരുൾ വേണോ? പൊരുൾ വേണമെങ്കിൽ ക്രിസ്തുവിലേക്ക് വരണം. ക്രിസ്തുവിലേക്ക് വരുന്നത് പേരുകൊണ്ടല്ല, നേരുകൊണ്ടാണ്. ഏതോ ഒരു എപ്പിസോഡ് ഞാൻ ചോദിച്ചു വരുന്നത്, എങ്ങനെ ക്രിസ്ത്യാനി എന്ന് പറയാൻ കഴിയും? ക്രിസ്ത്യാനി എന്ന് പറയണമെങ്കിൽ ക്രിസ്തു ഉള്ളവനാണ് ക്രിസ്ത്യാനി. ക്രിസ്തു ഉള്ളവൻ മാത്രം ക്രിസ്ത്യാനി. ക്രിസ്തു ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം ഇനി സമയം പോയി, അതുകൊണ്ട് ഞാൻ നിർത്തട്ടെ. കർത്താവ് ഈ ചിന്തയും ഈ വചനവും നിങ്ങളെ രൂപാന്തരപ്പെടുത്താൻ ഇടയാകട്ടെ, മാറ്റിമറിക്കാൻ ഇടയാകട്ടെ, കുഴച്ചു മറിക്കാൻ ഇടയാകട്ടെ, ഉഴുതുമറിക്കാൻ ഇടയാകട്ടെ. നിങ്ങൾക്കൊരു പശ്ചാത്താപം ഉണ്ടാകട്ടെ, നിങ്ങൾക്കൊരു അനുതാപം ഉണ്ടാകട്ടെ, നിങ്ങൾക്കൊരു പാവബോധം ഉണ്ടാകട്ടെ, നിങ്ങൾക്കൊരു മനംമാറ്റം ഉണ്ടാകട്ടെ. കർത്താവ് അതിനു വേണ്ടി നിങ്ങളെ തുണയ്ക്കട്ടെ, ഒരുക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവരാജ്യത്തിൽ പോകാൻ ദൈവം വഴി കാണിച്ചു തരട്ടെ. സ്വർഗീയ പിതാവേ, യേശുവിൻ നാമത്തിൽ അങ്ങയുടെ രാജ്യത്തിലേക്ക് ജനത്തെ കൊണ്ടെത്തിക്കുവാനുള്ള ദൈവമിട്ട വാതിലായ, ദൈവമിട്ട പാലമായ, ദൈവം വെച്ച ഗോവണിയായ ദൈവം ഒരുക്കി തന്ന വഴി, കർത്താവ് തന്നെ വഴി. ആ വഴിയിൽ കൂടെ കയറി വരുവാൻ, ചേർന്ന് വരുവാൻ, ഒത്തുവരുവാൻ ഈ കേട്ടവർക്ക് ദൈവം കൃപ പകരണമേ. ദൈവം അവിടെ കണ്ണ് തുറക്കണമേ, അങ്ങവരുടെ ഹൃദയം തുറക്കണമേ, അങ്ങവരുടെ ബുദ്ധി തുറക്കണമേ. കർത്താവേ, അങ്ങ് ഹൃദയം തുറക്കാതെയും ബുദ്ധി തുറക്കാതെയും കണ്ണ് തുറക്കാതെയും ആർക്കും ആത്മാവിൽ അങ്ങേ ദർശിപ്പാൻ കഴിയത്തില്ല എന്ന് ഞങ്ങളെ പഠിപ്പിച്ച നല്ല പാഠങ്ങൾക്കായി സ്തോത്രം, അനുഭവങ്ങൾക്കായി സ്തോത്രം, സന്ദേശത്തിനായി സ്തോത്രം, കേട്ട ജനത്തിനായി സ്തോത്രം. സ്വന്തം ജനത്തിൽ ചേർക്കാൻ വേഗം വരുന്ന
യേശു ക്രിസ്തുവിൻ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.